എല്ലാവരുടെയും വിശ്വാസങ്ങളെയും പാരമ്പര്യങ്ങളെയും അംഗീകരിക്കുന്ന ചരിത്രമാണ് ഇന്ത്യയുടേതെന്ന് രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജി. മുസ്രിസ് പദ്ധതി നടപ്പാക്കുന്നതോടെ കടൽ വ്യാപാരത്തിൽ ഇന്ത്യ ആഗോള ശക്തിയാകും. കൊടുങ്ങല്ലൂരിൽ മുസ്രിസ് പദ്ധതി രാജ്യത്തിന് സമർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. കേരളത്തിന്റെ സഹിഷ്ണുത രാജ്യത്തിന് മാതൃകയാണ്. കൊടുങ്ങല്ലൂർ ക്ഷേത്രവും ചേരമാൻ പള്ളിയും ജൂതത്തെരുവും ഉൾക്കൊള്ളുന്ന മുസ്രിസ് പദ്ധതി കേരളത്തിന്റെ സഹിഷ്ണുതയുടെ പ്രതീകങ്ങളാണ്. For the rest of the country, the Mujahideen Heritage Project celebrates this magnificent heritage of our land, where people of different religions, castes and languages live in harmony. പുരാതന സുഗന്ധവ്യഞ്ജന പാതയുടെ ഭാഗമായ മുസ്രിസിന്റെ പുനരാവിഷ്കാരം സാധ്യമായാൽ കടൽ വ്യാപാരത്തിൽ ഇന്ത്യ നിർണായക ശക്തിയാകും. പൈതൃക സംരക്ഷണം ലക്ഷ്യം വെച്ചുള്ള രാജ്യത്തെ ഏറ്റവും വലുതും ആദ്യ ഹരിത പദ്ധതിയുമാണ് മുസ്രിസ് പദ്ധതി. വൈപ്പിൻ മുതൽ കയ്പമംഗലം വരെയുള്ള 29 മ്യൂസിയങ്ങളും പൈതൃക കേന്ദ്രങ്ങളും അടങ്ങിയതാണ് പദ്ധതി. 94 കോടി രൂപ ചെലവിൽ 18 കേന്ദ്രങ്ങളുടെ നിർമ്മാണമാണ് ഒന്നാം ഘട്ടത്തിൽ പൂർത്തീകരിച്ചത്. രണ്ടാം ഘട്ട പദ്ധതിയുടെ നിർമ്മാണം ഉടൻ തുടങ്ങുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അറിയിച്ചു. മീഡിയ 1 തൃശൂർ.